കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹപരമായ ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ പണിമുടക്കുന്നു. ഇന്നു മുതൽ ശനിയാഴ്ച വരെ 3 ദിവസത്തേക്കാണ് പണിമുടക്ക്. നിലവിലെ പണപ്പെരുപ്പത്തിന് അനുസൃതമായി ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. തൗഫീഖ്, അപ്പോൾ ഓട്ടോ ടാക്സി പണിമുടക്കെന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന സൗകര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ബാധിക്കാൻ പോവുകയാണ്. ഒരു ദിവസത്തേക്കല്ല 3 ദിവസത്തേക്കാണ് അവർ വേതന വർധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പണിമുടക്ക് നടത്തുന്നത് എന്നുള്ള ശ്രദ്ധേയമാണ്. പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞോ? എത്ര രൂപയാണ് അവർ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? ജിൽസി 3 ദിവസത്തെ പണിമുടക്കാണ് ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹിയിലും അതോടൊപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിലുമുള്ള സ്ഥലങ്ങളിൽ ഓട്ടോ സർവീസുകളും അതോടൊപ്പം തന്നെ ടാക്സി സർവീസുകളെല്ലാം മുടങ്ങുമെന്ന് കൂടി തൊഴിലാളികൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം അത്യാവശ്യ യാത്രക്കാർക്ക് പോകാനുള്ള സംവിധാനം കൂടി അവർ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഞാനുള്ളത് ഡൽഹിയിലെ പട്ടേൽ നഗർ പരിസരത്താണ്. അവിടെ വലിയൊരു ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. നിരവധി ഓട്ടോകൾ ഇവിടെ വരിവരിയായി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 1 രൂപ പോലും ടാക്സിയുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കാരണം വില നിരന്തരം വർദ്ധിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ CNGക്ക് 3 രൂപയാണ് ഡൽഹിയിൽ വർദ്ധിച്ചത്. 2 തവണയായിട്ടാണ് ഈ 3 രൂപ വർദ്ധിച്ചത്. ആദ്യം 2 രൂപ വർദ്ധിച്ചു, പിന്നീട് 1 രൂപ കൂടി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് ഇവർ ഇത്തരമൊരു ഹർത്താലിലേക്ക് കടക്കാനായിട്ടുള്ള പണിമുടക്കിലേക്ക് കടക്കാനുണ്ടായ ഒരു സാഹചര്യം എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ചില തൊഴിലാളികൾ ഇപ്പോൾ നമ്മളോടൊപ്പം കൂടുന്നുണ്ട്. भाई वो CNG का पैसा बढ़ा दिया, आपको अभी प्रॉब्लम क्या है, आपका डिमांड क्या है? हमारा डिमांड कुछ नहीं है, हमारे भाई CNG का बढ़ा दिया तो किराया भी बढ़ाओ, और हम तो किस्तों पे चल रहे हैं सर, 20-20 रुपये सवारी। रिक्शे वाले हाल बना दिया हमारा। तो ना सरकार कुछ कर रही है ना कुछ सोच रही है, और फिटनेस पे पास कराने जा रहे हैं, इतनी बढ़ाने जा रहे हैं पैसा, इतना परेशान किए जा रहे हैं, बस पूछो मत। कोई ऑटो वालों की सुनवाई नहीं है यहाँ पर। ഇവർ പറയുന്നത് പൈസ എത്രയും വേഗം വർദ്ധിപ്പിക്കണം, കാരണം ഇവരുടെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യത്തിൽ അവരിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. നിരവധി ആളുകൾ ഡൽഹിയിൽ ഉൾപ്പെടെ ഓട്ടോയെ ആശ്രയിച്ചാണ് പലയിടങ്ങളിലേക്കും പോകുന്നത്. എന്നാൽ നിരന്തരം ഇത്തരത്തിൽ പൈസ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ഡീസലിനും പെട്രോളിനും ആദ്യം വില വർദ്ധിക്കുന്നു. തൊട്ടു പിന്നാലെ CNGക്ക് കൂടി വില വർദ്ധിച്ചതോടുകൂടിയാണ് ഈ ഓട്ടോ ടാക്സി തൊഴിലാളികൾ കൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ ഈ 3 ദിവസത്തെ പണിമുടക്കത്തിൽ സൂചനാ പണിമുടക്കാണ്. 3 ദിവസത്തിനുള്ളിൽ തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ വലിയ പണിമുടക്കിലേക്ക് പോകുമെന്നാണ് തൊഴിലാളികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യാപകമായിട്ടുള്ള പണിമുടക്കിലേക്ക് പോവുകയാണെങ്കിൽ യാത്രക്കാർ ഉൾപ്പെടെ പൂർണ്ണമായും ഒരു വലയുന്ന സാഹചര്യം ഡൽഹിയിൽ ഉണ്ടാകും.